നമസ്കാരം. വാഴഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് കഴിഞ്ഞ നവംബർ 22, 23, 24 തീയതികളിൽ മൈസൂരിൽ നടന്ന ബനാന ഫെസ്റ്റിനോടനുബന്ധിച്ച് ഉണ്ടാക്കിയ രുചികരമായ 12 പഴങ്ങൾ ചേർത്തുള്ള പാൽപ്പായസമാണ്. അവിടുത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പായസമാണിത്. ഇതിൻ്റെ പ്രത്യേക ചേരുവകളെ നമുക്ക് പരിശോധിക്കാം. പ്രധാനമായും നമ്മുടെ നാട്ടിലെ പഴങ്ങളാണ് ചേർക്കുന്നത്. പാളയംകുടം പഴം, ഞാലിപ്പൂവൻ, ചിങ്ങംപഴം, കദളിപ്പഴം, ചുവന്ന കപ്പപ്പഴം, നേന്ത്രപ്പഴം, റോബസ്റ്റ ഇനത്തിൽപ്പെട്ട ഒരു പഴം, നാട്ടുപൂവമ്പഴം, വെള്ളക്കപ്പ, കർപ്പൂരവള്ളി, പൂങ്കള്ളി, പ്രസിദ്ധമായ മട്ടിപ്പഴം എന്നിവ ചേർത്താണ് ഈ പായസം ഉണ്ടാക്കുന്നത്. ഇത് നല്ലവണ്ണം പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ട് അതിനെ തൊലി ഉരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഏകദേശം 20 മുതൽ 30 മിനിറ്റ് വരെ നന്നായിട്ട് വേവിക്കുന്നു. വേവിച്ച ശേഷം തണുപ്പിക്കാൻ വെച്ച് നല്ലവണ്ണം തണുപ്പിക്കുന്നു. അതിനെ എന്നിട്ട് മിക്സി ഉപയോഗിച്ചോ തവി ഉപയോഗിച്ചോ അതല്ലെങ്കിൽ കൈകൊണ്ടോ നല്ല കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കുന്നു. ഈ കുഴമ്പ് രൂപത്തിലാക്കിയ ഏത്തപ്പഴ മിക്സിനോടൊപ്പം ബാക്കി 11 പഴങ്ങളും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ തന്നെ മിക്സിയിലിട്ടോ കൈകൊണ്ടോ കുഴമ്പ് രൂപത്തിലാക്കി ചേർത്ത് ഒരു പാത്രത്തിൽ അതല്ലെങ്കിൽ ഉരുളിയിൽ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഈ മിശ്രിതങ്ങളെല്ലാം കൂടെ ചേർത്ത് നല്ലവണ്ണം വരട്ടുന്നു. ചെറിയ ചൂടാണ് ഇതിനാവശ്യം. ഒരുവിധം വരണ്ടു വരുമ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലവണ്ണം ഇളക്കുന്നു. ഏകദേശം 30 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും പഴത്തിൽ നിന്ന് വെള്ളമെല്ലാം മാറി നെയ്യ് പുറത്തു വരാൻ തുടങ്ങും. ആ സമയം കുറച്ച് നേരം കൂടെ വരട്ടിയതിന് ശേഷം അതിൽ കുറേശ്ശെ പാല് ചേർത്ത് കൊടുക്കുന്നു. പാല് തിളപ്പിച്ച് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. രുചിയും അതിനാണ്. സമയക്കുറവുള്ള സന്ദർഭങ്ങളിൽ നേരിട്ട് പാലൊഴിച്ച് കൊടുക്കാറുണ്ട്. അതും 4/1 ഭാഗം ആദ്യം ഒഴിക്കും. അത് നല്ലവണ്ണം ലയിച്ചതിന് ശേഷം അടുത്തത് ഒഴിക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ 1 മണിക്കൂർ 1.5 മണിക്കൂറോളം ചെറു തീയിൽ കിടന്ന് വേവുന്ന പഴം നല്ല രുചിയായി മാറുന്നു. അതിനുശേഷം അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഉണക്കപ്പഴം കേരളത്തിന് പരിചയമല്ലെങ്കിലും തമിഴ്നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടാറുണ്ട്. കർപ്പൂരവള്ളിയുടെ പഴമാണ് ഉണക്കപ്പഴമായിട്ട് വരുന്നത്. നല്ല രുചിയുണ്ട്. ഇവ ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 1.25 മണിക്കൂർ 2 മണിക്കൂർ ആകുമ്പോഴത്തേക്കും പായസം റെഡിയായി. ഇനി ഇതിൽ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം വിളമ്പാനായിട്ട് റെഡിയാക്കുന്നു. നമുക്ക് മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.